ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ക്യാബേജും ക്യാരറ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാവുന്നതാണ്. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം 5 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലെ ഇഞ്ചി എടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ തന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ക്യാരറ്റും ക്യാബേജും ചേർക്കാവുന്നതാണ്. ക്യാരറ്റും ക്യാബേജും ഒരുമിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. നല്ലതുപോലെ ഇളക്കി എണ്ണയൊക്കെ എല്ലാ ഭാഗത്തും ആക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കേണ്ടതാണ്. ജീരകം കുറച്ചെടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞരടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം 2-3 നുള്ള് ജീരകം മാത്രം മതിയാകും, ഒത്തിരി വേണ്ട. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് അധികം വേണ്ടി വരും. ഏകദേശം ഒരു 3-4 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തട്ടി പൊത്തി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്യാബേജിൽ നിന്നും ഇറങ്ങുന്ന വെള്ളം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ വെന്ത് വന്നോളും. അടി കട്ടിയുള്ള ഒരു പാത്രം ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്. നല്ലതുപോലെ ആവി വന്നു കഴിഞ്ഞാൽ വീണ്ടും തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 2-3 പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്യുമ്പോൾ തന്നെ ക്യാബേജും ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ക്യാബേജും ക്യാരറ്റും കൂടെ ഒരുമിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരിക്കലും കുഴഞ്ഞു പോവില്ല. ക്യാബേജ് മാത്രം തോരൻ വയ്ക്കുന്നതിനേക്കാൾ എപ്പോഴും നന്നായിരിക്കുക ക്യാരറ്റും കൂടെ ചേർത്ത് കറി വയ്ക്കുമ്പോഴാണ്. ഇത്തരത്തിൽ 3-4 പ്രാവശ്യം അടച്ചു വെച്ച് നല്ലതുപോലെ ആവിയിൽ ഇത് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും. തോരനിൽ ചെറുതായിട്ട് ഈർപ്പമുള്ളപ്പോൾ തന്നെ ഇതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിനെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഒരല്പം എടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ മതിയാകും. ക്യാബേജിൻ്റെ ഇല നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇത് തയ്യാറായിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും ഒക്കെ ഒരുവിധം നല്ലതുപോലെ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് നല്ലതുപോലെ തോർത്തി എടുത്താൽ മതിയാകും. ഈർപ്പമൊക്കെ നല്ലതുപോലെ പോയി ഡ്രൈ ആയിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അടുത്ത തവണ ക്യാബേജ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇതിൻ്റെ ഇടയിൽ ആ ജീരകമൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദാണ് ഉണ്ടാകുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. താങ്ക്